ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നേരം വെളുത്തപ്പോൾ തന്നെ ഒരാൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെ എത്തിയിട്ടുണ്ട് അല്ലേ. നമ്മുടെ പൂച്ചക്കുട്ടി നമ്മൾ വളർത്തണമെന്നല്ല, പക്ഷെ രാവിലെ ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വൈകുന്നേരത്തെ ഉച്ചക്കൊക്കെ അങ്ങനെ ഭക്ഷണത്തിൻ്റെ സമയത്ത് വരും കേട്ടോ. എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പോൾ ഇറച്ചി മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറച്ചി മീനൊന്നും ഇന്നലെ വാങ്ങാത്തതുകൊണ്ട് ഇന്ന് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ ഐറ്റങ്ങൾ കൊണ്ടാണ് പൂച്ചയ്ക്ക് കൊടുത്തത്. അത് പൂരിയാണ്. പൂരിന് പറ്റണമുണ്ടായില്ല. ഇന്നലെ ഉണ്ടാക്കിയത് പൂരിന് കേട്ടോ. അപ്പം അവിടെ അപ്പം ചൂടണുള്ളൂ. ഇപ്പം രാവിലെ അങ്ങനെ ഇങ്ങനെ പോകുന്നതേ ഒരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ മയിലിനെ കണ്ടിരുന്നു. അപ്പം മയിലിൻ്റെ കുട്ടീനെ കാണിച്ചു തരാം. ചെറിയ കുഞ്ഞു കുട്ടി. അപ്പം അതിന് വേണ്ടി അപ്പോൾ എവിടേക്കാണ് പോയത്? പോകുന്നുണ്ട്. ആൾക്കാരെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് അറിയില്ല. എന്നാലും കുറച്ചും കൂടി വ്യക്തമായിട്ടൊന്നും എടുക്കുക. കാരണം എൻ്റെ ഫോണിൻ്റെ അവസ്ഥയൊക്കെ ആകെ തീരുമാനമായിരിക്കുന്നു. പാറുമണി അടിച്ച് തീരുമാനമാക്കിയിട്ടുണ്ട്. ബാക്കത്തെ ചില്ലൊക്കെ ആകെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബാക്ക് ക്യാമറ കൊണ്ട് എടുക്കുമ്പോൾ ഭയങ്കര ഇതാണ്. അതേപോലെ ഫോണ് ക്ലിയർ ഇല്ല, അത് വേറെ കാര്യം. എന്നാൽ പിന്നെ നമുക്ക് മയിൽക്കുട്ടീനെ കാണുമോ നോക്കുക. കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതവിടെ മാളിത്താത്തൻ്റെ വീടാണ് കേട്ടോ. രാവിലെ ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. നല്ല മഞ്ഞൊക്കെ ഉണ്ട്. കുറേ നേരം കുത്തിരുന്ന് പിന്നെ പറയും വേണ്ടല്ലോ, നമുക്ക് ജലദോഷം പിടിച്ച് പിന്നെ ആകെ പാടെ ഇപ്പം ഒന്ന് ഉണ്ടായി മാറിയിട്ടുള്ളൂ. വ്യക്തമായി ശക്തവുമായിട്ട് മാറിയിട്ടില്ല. ഇപ്പം വരുന്നുണ്ട് കേട്ടോ മയില്. ഒരാണെങ്കിൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേഗം പായുമല്ലോ. അപ്പം ഇങ്ങനെ വരുന്നുണ്ട് മയിലമ്മയും കുട്ടികളും ഉണ്ടല്ലേ, കുഞ്ഞു കുട്ടികളൊപ്പം. കണ്ണുണ്ടോ? കണ്ടില്ലേ. അപ്പം അതൊന്ന് കാണിച്ചു തരാം ചേച്ചി. പല ആൾക്കാരും കാണാത്തവരുണ്ടാവുമല്ലോ. ഞാനൊക്കെ ഇപ്പം തന്നെ കേട്ടോ കാണുന്നു മയിലും കുട്ടീനെ. ഇവിടെ അങ്ങനെ മയിലച്ഛനൊക്കെ കാണുന്നുണ്ടെന്നല്ലാണ്ട് കുട്ടികളെ ഞാനിങ്ങനെ എപ്പോഴാണ് കാണുന്നത്, ചെറിയ കുട്ടികളായിട്ടുള്ളത്. എന്നാൽ പിന്നെ കുറേ നേരം ഞാനിവിടെ ഇങ്ങനെ നോക്കി നിന്നാലേ പിന്നെ നമുക്ക് പിന്നെ ജലദോഷം തുമ്മലൊക്കെ ആവും. എന്നാൽ പിന്നെ നമുക്ക് നമ്മളെ പെരേക്ക് തന്നെ വേഗം അങ്ങോട്ട് പോകാം. അപ്പം അങ്ങനെ പെരേക്ക് എന്നപ്പോൾ ക്യാമറ കാക്കാളും എത്തിക്കുന്നു കേട്ടോ. എന്നാൽ പിന്നെ രാവിലത്തെ കടി എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടോളി. നമ്മൾ പെരയിൽ കലക്കി ചുട്ട അപ്പം, നമ്മൾ മലപ്പുറത്ത് സ്വന്തം കലക്കി ചുട്ട ദോശ ഉണ്ടാവും. അപ്പം ഈ അപ്പം എന്നാണ് നമ്മളൊക്കെ പറയാം അല്ലേ. ദോശ എന്ന് പറയുന്നവരുണ്ട്, ചീയപ്പം എന്ന് പറയുന്നത് പല ജാതി പേരുണ്ട്. ഇതിൻ്റെ കളർ ഇത് ഗോതമ്പ് അപ്പം അല്ല കേട്ടോ. നമ്മൾ അമൃതപ്പൊടി തിന്നാൻ ഞങ്ങൾക്ക് ഭയങ്കര മടിയുണ്ട്. അപ്പം അതുകൊണ്ട് അതും കൂടി ചേർത്തതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ ഒരു ഗ്ലാസ് കൂടി കുടിക്കണം. എന്നാൽ നമ്മുടെ ജലദോഷം കഫക്കെട്ട് എല്ലാം അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണിത്. ഇംഗ്ലീഷ് മരുന്ന് കഴിക്കണേക്കിട്ട് നല്ലത് ഇതല്ലേ. അപ്പം അങ്ങനെ കുളിയും ചേപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നോട്ടോയിൽ പോയി ചെറുവീട്ടിൽ നിന്ന് നമ്മൾ പോകുന്നത് മരാട്ടമല. വെള്ളിയാഴ്ച ദിവസമാണ്, സ്പെഷ്യൽ ദിവസമാണ് അവിടെ. നമ്മൾ ഒരുപാട് കാലമായിട്ട് അമ്മയ്ക്ക് ഒന്ന് പോകാറുണ്ടെന്നല്ല എനിക്ക് പോയിട്ടില്ല. അപ്പോൾ അതൊന്നും കൊണ്ട് പോയിട്ടുണ്ട്. അവിടെ പോയി തൊഴുത് വരണം. അതിനായിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ പോകുന്നില്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ചെറുകുളങ്ങാടിയാണ്. അടിപൊളി സ്പേസാണ് നമ്മുടെ ചെറുകുളങ്ങാടി. അപ്പോൾ കാണാത്ത ആൾക്കാർ കണ്ടോളൂ. നമ്മൾ ചെറുകുളങ്ങാടി അതിലങ്ങനെ സ്കൂളാണ്. പിന്നെ ഇത് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡാണ്. നമ്മളെ പഴയ ബസ് സ്റ്റാൻഡൊക്കെ മാറി ഇപ്പോൾ ഓപ്പൺ ഏരിയ ആണ്. പണ്ടത്തെ ബസ് സ്റ്റാൻഡ് ആയിരുന്നു രസം. ആരും കാണുമൊന്നുമില്ല തിരുന്നാലും. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി. അപ്പോൾ ബസ്സിൽ കയറി പാറുമണി ഇരിക്കുന്ന അപ്പുറത്ത് ഇരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ എൻ്റെ ഇളയച്ചിയാണ് കേട്ടോ. നമ്മൾ അംഗനവാടി ടീച്ചറാണ്. നമ്മൾ ബസ്സിൽ നിന്നല്ല, ചെറുപ്പം കണ്ടുമുട്ടി. വീട്ടിൽ നിന്ന് അവിടുന്ന് പൈക്കുളങ്ങരയിൽ വന്നിട്ട് ആൾ നെല്ലിക്കുത്ത് അംഗനവാടിയിലെ ടീച്ചറാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മരാട്ടപ്പടി അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. മരാട്ട മനയ്ക്ക് നമ്മൾ പോവുകയാണ്. അമ്മ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് മരാട്ടപ്പടിയിൽ നിന്ന് കുറച്ചങ്ങോട്ട് നടക്കണം. ഈ റോഡ് നേരെ പോകുന്നത് മരാട്ട മനയ്ക്കാണ് കേട്ടോ. ഒരുപാട് ഫിലിമുകളൊക്കെ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ് നമ്മുടെ മരാട്ട മന എന്ന് പറയുന്നത്. പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. എന്നാലും പല കൂട്ടുകാരും പല ഏരിയയിൽ നിന്ന് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതുകൊണ്ട് പല ആൾക്കാരും കാണാത്തവരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിന്ന വീഡിയോ ആണ് കേട്ടോ. ഇത് മരാട്ടപ്പടി സ്കൂളാണേ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇതൊക്കെ. അപ്പം ഇവിടെ വിഘ്നേശ്വരനാണ് പ്രതിഷ്ഠ. ഈ വിഘ്നേശ്വരൻ എന്ന് പറഞ്ഞാൽ അത്രയും എല്ലാ വിഘ്നങ്ങളും മാറ്റി തരുന്ന അത്രയും ശക്തിയുള്ളൊരു ദേവനാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നതാണ് കേട്ടോ.
ഇവിടുത്തെ വഴിപാട് എന്ന് പറഞ്ഞാൽ മുട്ടർക്കലാണ്, ഗണപതി ഹോമം കാര്യങ്ങളും. പിന്നെ എനിക്കൊരു വ്യത്യസ്തമായൊരു കാഴ്ച കണ്ടു. ഒരു ഗേറ്റ് കണ്ടില്ലേ, സൈക്കിൾ കൊണ്ടുള്ളൊരു ഗേറ്റ്. ഇത് വീടിൻ്റെ കേട്ടോ. പിന്നെ ഓവറായിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഇങ്ങനെ നോക്കി നിന്നാൽ അവിടുത്തെ ആൾക്കാരെന്താ കരുതി ഞാൻ പിന്നെ അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് നിന്നില്ല. പിന്നെതാ നമ്മുടെ ഈ ഒരു ആൽമരം, അത് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ അവിടെ വരുമ്പോൾ. അടിപൊളി പന്തലിച്ച് നിൽക്കുന്നൊരു സംഭവമാണ്. ഒന്നാമത് പിന്നെ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് വല്ല സ്ലോ മോഷനിൽ പോണ പോലെയാണ് കേട്ടോ. കാരണം ബാക്കത്തെ ക്യാമറ കൊണ്ട് എടുത്ത തീരെ ക്ലിയറില്ല. മുന്നിൽ പിന്നെയും കുറച്ചും കൂടി ഒരു വൃത്തി ഉണ്ടല്ലോ എന്ന് എടുത്താണ്. ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫോണിൻ്റെ ക്ലാരിറ്റി കൂടുതലായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അവസ്ഥങ്ങളല്ലേ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അതാണ്. ഇനി നല്ല ഫോണൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നല്ല കിട്ടില്ല വീഡിയോ ഒക്കെ എടുക്കും. അപ്പോൾ അതാ ദൂരെ കാണുന്നത് കണ്ടോ, അതാണ് നമ്മുടെ മരാട്ട മന കേട്ടോ. നല്ല നല്ല കെട്ടുറപ്പുള്ള 2 മതിൽ അപ്പുറവും ഇപ്പുറവും ഉണ്ട്. ഇപ്പം കണ്ടില്ലേ, ഇതാണ് മരാട്ട മനയ്ക്കുള്ളത്. ഒരുപാട് തിരക്കാണെന്ന്. വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. ഇനി മനയെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് മരാട്ട മന എന്ന് പറയുന്നത് കേട്ടോ. ആൾക്കാരൊക്കെ നിറയെ നിൽക്കുന്നുണ്ട്. നമ്മൾ വല്ലാണ്ട് അങ്ങ് എല്ലാവരും മുന്നിൽ നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞാലേ ഒരു മോശമല്ലേ വിചാരിച്ചിട്ട് ഞാൻ വല്ലാണ്ട് വീഡിയോ ഒന്നും എടുക്കില്ല. എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. വലിയൊരു മനയാണത് കേട്ടോ. ഇവിടെ 5 തലമുറകളോ 5 ആൾക്കാരാണ് ഇവിടെ ഓരോ വർഷം തോറും അങ്ങനെ മാറി മാറി ഓരോ വീട്ടുകാരായിട്ടാണ് നിൽക്കാറെന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ എന്നും തിരക്കാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ തിരക്കുണ്ട്. പിന്നെ ഇവിടുത്തെ വഴിപാട് ഒറ്റ അപ്പം, അതുപോലെ തന്നെ അപ്പം ഒറ്റയും കഴിക്കലവരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കണ്ടോ, ഭയങ്കര തിരക്കാണ്. ഒരു വീട്ടിലാണ് നമ്മുടെ ഗണപതിയെ ഇത് കേട്ടോ. വീടിൻ്റെ ഉള്ളിലാണ് അവർ പൂജ ചെയ്യുന്നത്. നമ്മൾ ഒരു ജനലിൻ്റെ ഉള്ളിൽ കൂടെയാണ് കയറി പ്രാർത്ഥിക്കുക. പിന്നെ അവരുടെ കുടുംബം, ഫാമിലി ആയിട്ടുള്ള ബന്ധങ്ങളുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കും. എല്ലാവരും അങ്ങോട്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഇനി നമ്മുടെ പുറത്തുണ്ട് ദേവന്മാർ, നമ്മുടെ ശിവനൊക്കെ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ട് തൊഴുകണം. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. കണ്ടില്ലേ ആ മനേൻ്റെ ഒരു ഭംഗിയില്ലേ. ഇന്നത്തെ പറഞ്ഞാൽ പല ഇല്ലങ്ങളും ഇന്നിങ്ങനെ നശിച്ചുകൊണ്ടേ ഇരിക്കുന്നതല്ലേ. ഇവിടെ പിന്നെ ആൾ താമസവും കാര്യങ്ങളും നോക്കാനൊക്കെ ഉള്ള ആൾക്കാരുള്ളതുകൊണ്ട് അത്രയും വൃത്തിയും ചിട്ടയോടെയാണ് കേട്ടോ ആ ഒരു മന പോകുന്നത്. പിന്നെ നല്ല വെയിലുണ്ട് കേട്ടോ. പിന്നെ അന്യർക്ക് അവിടേക്ക് പ്രവേശനമില്ല എന്നതുള്ള ബോർഡ് ഉള്ളതുകൊണ്ട് ഞാൻ ആ കുളം ഒന്നും അങ്ങോട്ട് പോയി കാണിക്കലില്ല കേട്ടോ. വെറുതെ തന്നെയാണ് നമ്മളായിട്ട് അങ്ങോട്ട് പോകുന്നത്. പിന്നെ അതൊന്നും കാണിക്കില്ല. അവിടെ വലിയൊരു കുളമുണ്ട്. അപ്പം അങ്ങനെ ഇതാ ഇവിടെ ശിവനാണ് കേട്ടോ. അവിടെ ശിവൻ ദേവനാണ്. അപ്പോൾ ഒരു ആലും പിന്നെ പ്രകൃതി രമണീയമായ ആ ഒരു ഇതല്ലേ, എന്താ ഭംഗി കാണാൻ. ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. നല്ല ശുദ്ധവായു ശ്വസിക്കാൻ പറ്റിയ ഒരു ഏരിയയാണത്. പിന്നെ പശുക്കളുണ്ട്. ഒരുപാട് പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പം അവർ തന്നെ എന്നും വൃത്തിയാക്കി പശുക്കളെ കുളിപ്പിച്ചും ഇതാക്കിയും വൃത്തിയാക്കി നല്ലൊരു അടിപൊളി തന്നെയാണ് കേട്ടോ. ആ ഒരു ഭാഗത്ത് തന്നെ ഒരു ചാണകത്തിൻ്റെതായ മണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു നല്ലൊരു തന്നെയാണ് കേട്ടോ. നല്ലൊരു അന്തരീക്ഷ മേഖല തന്നെയാണെന്ന് പറയാം അവിടെ. നല്ല ചൈതന്യമുള്ളൊരു മണ്ണ് തന്നെയാണ് നമ്മുടെ മരാട്ടമനയിലെ മണ്ണ്. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ അങ്ങനെ തൊഴുത് അങ്ങനെ പോകുന്നു കേട്ടോ. പാറും അമ്മയും ഞാനും മാത്രമേ പോയിട്ടുള്ളൂ. ഞാൻ വീട്ടിലായതുകൊണ്ട് പിന്നെ ഇവിടുന്ന് പോവാലോ വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ്. ഇവിടെ നമുക്ക് അധികം വലിയ ദൂരമൊന്നുമില്ല. ഈ ഒരു മരത്തിൻ്റെ താഴത്തൊക്കെ ഒരുപാട് കായകളുണ്ടോ. കാരണം വലുതായിട്ടൊന്ന് പോയി എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല, കുട്ടിയും കൂടി ഉള്ളതുകൊണ്ടേ. പിന്നെ നല്ല വെയിലും ഉണ്ട്. ഇവിടെ ഒരുപാട് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ അത്. ഏതൊക്കെ ഫിലിമാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ആ ഒരു കാണുന്നത് അതങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വീടല്ലാത്തത് അവിടെ ആദ്യം നൃത്തങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്ന ഒരു ഭാഗമായിരുന്നു തോന്നുന്നു. അങ്ങനെ പറയണേ കേൾക്കാം. ഇനി എന്താണെനിക്ക് ശക്തമായിട്ട് അറിയില്ല. എന്താ ഭംഗിയില്ലേ കാണാൻ.
അപ്പോൾ മറാഠമന ഇതിന് മുന്നേ കണ്ടിട്ടുള്ള ആൾക്കാരും അങ്ങോട്ട് പോകുന്ന ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന കാരണം നിങ്ങൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ നിൽക്കുക. ഞാൻ ഇടുന്ന ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തും. അപ്പോൾ നല്ല വിഭവവും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓരോ ദിവസം നിങ്ങളെ മുന്നിലേക്ക് വരാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. നല്ല വിഭവമായിട്ട് മറ്റൊരു ദിവസം കാണാം.